ഞാൻ ഇത് ഏറ്റെടുക്കാൻ കാരണം ഞാൻ ഇത് ഇങ്ങോട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ലൈവ് തുടങ്ങുന്നതിന് തന്നെ എൻ്റെ ഒന്ന് രണ്ട് ഈ ഫീഡിൽ വന്നുകൊണ്ടിരുന്ന സാധനമാണ്. KSRTC ബസ്സിലെ ഇപ്പം സൗജന്യം അനുവദിച്ചിരുന്നു. സൗജന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ സ്ത്രീകൾ സൗജന്യം വേണമെന്ന് ചോദിച്ചിട്ടില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ സൗജന്യം നിങ്ങൾ വാങ്ങിച്ചേ പറ്റൂ എന്ന് ഒരു നേതാവ് വന്ന് പ്രസംഗിക്കുന്നു, പിന്നെ ഇവിടെ നടപ്പിലാക്കുന്നു. ആദ്യം എല്ലാവർക്കും കൊടുക്കും, എല്ലാ ബസ്സിലും കൊടുക്കും, എല്ലാ കാലത്തും കൊടുക്കും, എല്ലാ സമയത്തും കൊടുക്കും എന്നൊക്കെയാണ് എല്ലാവരും കരുതിയിരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ പലരും ചില സൂചനകളും കൊടുത്തിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും നടന്നില്ല. നടത്തി എന്ന് കാണിക്കാനായിട്ട് പരിമിതമായി കുറച്ച് ബസ്സുകളിൽ കൊടുത്തു. അത് കൂടുതലും സൗത്ത് കേരളയിലാണ്. നോർത്ത് കേരളയിൽ അത്രയും ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു അവസ്ഥ. എന്നിട്ട് അതിൻ്റെ ഉദ്ഘാടനം നടന്നു, അതിൻ്റെ 1 മാസ കളക്ഷൻ നടന്നു. അതിൽ ഗവൺമെൻറ് KSRTCക്ക് കൊടുത്ത നഷ്ടപരിഹാരത്തിൻ്റെ കണക്കൊക്കെ ആവേശവും അഭിമാനവും തുളുമ്പുന്ന ശബ്ദത്തിൽ മന്ത്രിമാർ പുറത്തുവിടുന്നു. ഇതെല്ലാം നടന്നു. കുറേ കഴിഞ്ഞ് ഈ വാട്ട് ഈസ് കോൾഡ് തനിക്കോണം ഈ സംതിങ് ദാറ്റ് വിൽ കം ഔട്ട് വെൻ യു ആർ വാട്ട് ഐ സേ യു ആർ നോട്ട് ഫേക്കിംഗ് യുവർ സെൽഫ്. നിങ്ങളെ ഒരു കപട മുഖമായിട്ട് അവതരിപ്പിക്കാത്ത സമയങ്ങളിൽ നിങ്ങൾ അറിയാതെ നിങ്ങളിൽ നിന്ന് പുറത്തു വരും. ആ പുറത്തു വരുന്നതായിരിക്കും യാഥാർത്ഥ്യം. അത് ഞാൻ CP ജോണിനെ കുറ്റപ്പെടുത്തുന്നില്ല. ഇന്ന് അദ്ദേഹത്തിനെതിരെ ഒരുപാട് സംസാരിക്കുന്ന ഒരു പഴയ ഒരു മന്ത്രി P. രാജീവ്, അദ്ദേഹം പറയുന്നത് ഇതേപോലെ ഇത്രയും സ്ത്രീകളെ അപമാനിച്ച ഒരു കാലഘട്ടം ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ്. ചുമ്മാ വായി വരുന്ന അടിച്ചങ്ങ് വിടുകയാണ്. സ്ത്രീകളെ അപമാനിച്ചു, ഇത് ആ മന്ത്രി ആ നിലയിൽ തുടരണമോ എന്നുള്ളത് ഈ നിലയിൽ ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ഇത് ഈ വന്ന മന്ത്രിയും ഇരിക്കുന്ന മന്ത്രിയും പോയ മന്ത്രി ഇതിനകത്ത് ഐ ഡോണ്ട് സീ എനി ഡിഫറൻസ്. ഇത് പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ബോത്ത് ക്ലെയിം ടു ബി മാർസിസ്റ്റ്. മാർസിസ്റ്റുകളുടെ ഒരു പ്രശ്നം എന്താണ്? ഇതാണ് അതിനകത്ത് പറയുന്നത്, ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ് വോൺസ്. ഇതാണല്ലോ ഇത്. പണ്ട് മാത്യു ബൈബിളിൽ ഇതിൻ്റെ ഒരു ഭാഗം പറയുന്നുണ്ട്. പിന്നെ അല്ലാതെ തന്നെ പലരും പറയുന്നുണ്ട്. പിന്നെ മാർക്സിന് മുന്നേ ഉള്ള സോഷ്യലിസ്റ്റുകളാണ് ഇത് ശരിക്കും ഇത് പുസ്തക രൂപത്തിലൊക്കെ എഴുതാൻ തുടങ്ങിയത്. മാർക്സ് ആണ് അതിനെ പോപ്പുലറൈസ് ചെയ്തത്. കാര്യം മാർക്സ് ഭയങ്കര ഒരു ഗ്ലോബൽ ഹിറ്റായി മാറിയല്ലോ. അപ്പം മാർക്സ് ആണ് അത് പോപ്പുലറൈസ് ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ, എല്ലാവരും അവരുടെ കഴിവിനനുസരിച്ച് ഉണ്ടാക്കുക, അധ്വാനിക്കുക, എല്ലാവരും അവരുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഇതാണ് ഒരു മഹത്. ബൈബിൾ തൊട്ട് മാസ് വരെയുള്ള കാര്യം ഇത് ഭയങ്കര ഒരു സംഭവമായിട്ട് കരുതിക്കൊണ്ട് നടക്കുന്ന കുറേ മസ്തിഷ്കങ്ങൾ, അത് സൃഷ്ടിക്കുന്ന സാമൂഹ്യമായിട്ടുള്ള അന്തഛിദ്രവും കലഹവും വൈരവും വിദ്വേഷവുമാണ് നമ്മൾ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കാണുന്നത്. ഇവർ പറയുന്നത് ഇതെന്തോ വലിയ സംഭവമാണ്. ഇത് വലിയ സംഭവം, ഇത് വളരെ ഒബ്നോഷ്യസ് ആയിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്. ഒബ്നോഷ്യസ് എന്ന് പറഞ്ഞാൽ വഷളൻ, മാനവീയ വിരുദ്ധം, നീതിരഹിതം. ഈ 3 കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഇത് ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. കാരണം ഇതിപ്പോൾ കൊടുക്കുന്നുണ്ട്, എല്ലാവരും അവനവൻ്റെ കഴിവിനനുസരിച്ച് വേണ്ടതുപോലെ. ഇതിപ്പോൾ രാജീവ് ശ്രീ ജോണിന് കൊടുക്കുന്നത് രാജീവിൻ്റെ കഴിവിനനുസരിച്ചാണ്. ഞാൻ കേട്ടു. ജോണിന് അത്രയും വേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല, മനസ്സിലായി? അതിനകത്തൊക്കെ നടക്കും, അല്ലാതെ ഒരിക്കലും നടക്കില്ല. ഈ സൗജന്യം കൊടുക്കുന്ന ഒരു മന്ത്രിക്ക് ശരിക്കും റിഫ്ലക്റ്റ് ചെയ്യേണ്ടി വരുന്നു. കഴിഞ്ഞ ആഴ്ച ഈ മന്ത്രി ഇതല്ല പറഞ്ഞത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അങ്ങനെ ഒരു കാര്യം അഭിനയിക്കുകയാണെങ്കിൽ നമ്മൾ ചില ദുർബല നിമിഷത്തിൽ നമ്മൾ കൂവിപ്പോവും. കാരണം ഈ മാർസിസം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇടത്, സോക്കോൾഡ് ഇടതാണെന്ന് പറഞ്ഞാണല്ലോ ഇവിടെ രാഹുൽ ഗാന്ധി, സതീശനും എല്ലാം ഇതാണല്ലോ പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ മനസ്സിലാക്കുന്നതിലുള്ള മഹാപരാജയമാണ് മാർസിസം. മനുഷ്യനുമായ ഒരു ബന്ധമില്ല, മനുഷ്യവിരുദ്ധമാണ്. മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു? മനുഷ്യൻ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വൈകാരിക പരിസരങ്ങളുള്ള ഒരു ജീവിയാണ്. ലൈക്ക് നിങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിൽ വേറൊരാൾക്കും ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും, അല്ലേ? ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആശങ്ക തുറന്നു നോക്കുകയാണ്. അന്യൻ്റെ വീട്ടിലും കറണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ആശ്വാസം കിട്ടും. എവിടെ നിന്ന് വന്നു എന്നറിയില്ല. മനുഷ്യൻ അങ്ങനെയൊക്കെ തന്നെയാണ്. മനുഷ്യൻ മാത്രമല്ല, മൃഗങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. നിങ്ങൾ നായയുടെയൊക്കെ പെരുമാറ്റം, കുരങ്ങുകളുടെയൊക്കെ പെരുമാറ്റം നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പറ്റും. മനുഷ്യൻ അങ്ങനെ കുറേ സംഗതികളുണ്ട്. അവൻ്റെ മാനസികാവസ്ഥ, അവൻ്റെ ബിഹേവിയർ, ഇത് മനസ്സിലാക്കാതെ ഈ വിർച്വൽ സിഗ്നലിങ് തങ്ങൾ ആർക്കോ വേണ്ടി ത്യജിക്കുന്നവരാണ്. ഒരു മാട്ടയ കോംപ്ലക്സ്, രക്തസാക്ഷികൾ, ത്യജിക്കുന്നവർ, ഇതെല്ലാം സത്യത്തിൽ
അടിസ്ഥാനപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വിറ്റഴിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരെല്ലാം മനുഷ്യപക്ഷത്തിന് എതിർപക്ഷം. അവർ നേരെ തിരിച്ചാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയത്. പെരിഫറി നോക്കുകയാണെങ്കിൽ ഓക്കെയാണ്. പുള്ളിക്ക് എന്താ പറ്റിയത്? പുള്ളി പറഞ്ഞു ഈ സ്ത്രീകൾ, സാധാരണ സ്ത്രീകൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ സൗജന്യം പറ്റുന്നു. പക്ഷെ അവരെ മക്കളെ എവിടെ വിടുന്നത്? അവർ സ്വകാര്യ സ്കൂളിലാണ് വിടുന്നത്. അതും ഫീസ് കൊടുക്കണ്ടാത്ത സ്വകാര്യ സ്കൂളിലോ സർക്കാർ സ്കൂളിലോ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇദ്ദേഹം പറയുന്നത്? അതായത് നിങ്ങൾ സൗജന്യം പറ്റുന്നതുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ സർക്കാർ സ്കൂളിൽ വിടണം എന്നല്ലേ പറയുന്നതിൻ്റെ അർത്ഥം. അതായത് ഇവരെ കുറ്റപ്പെടുത്തുകയാണ്. അവരുടെ ഫ്രീഡം, അവരുടെ ചോയ്സ്, അവരെന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കുന്നതിലുള്ള അമർഷമാണ് ഇദ്ദേഹം വ്യക്തമാക്കിയത്. സംഗതി ഇദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് വെച്ചാൽ പക്ക ശരിയാണ്. അത് കറക്റ്റ് കാര്യമാണ്, അത് നടക്കുന്ന കാര്യമാണ്, വസ്തുതാപരമായി ശരിയാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ തന്നെ അവകാശവാദങ്ങളുമായിട്ട് നോക്കുമ്പോൾ ഇദ്ദേഹം സ്വയം വെളിവാക്കപ്പെട്ടു എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പറഞ്ഞ കാര്യം ശരിയാണ്, അത് പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെ വസ്തുതകൾ എന്നുള്ളതല്ലല്ലോ പലരും വലിയ കാര്യമാണ്. എന്തു പറയുന്നു എന്നാണല്ലോ. എന്താണ് നാക്ക് വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു. ഞാൻ പുഴയെയും പൂമ്പാറ്റയെയും സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറയാം. അതല്ല ബേസിക്കലായിട്ട്. സസ്റ്റൈനിങ് ആയിട്ടുള്ള ഒരു മോഡൽ അവതരിപ്പിക്കുമ്പോൾ എക്കണോമിക്സിലാണേലും വ്യവഹാരത്തിലാണേലും രാഷ്ട്രീയത്തിലാണേലും യാഥാർത്ഥ്യത്തിൻ്റെ പില്ലേഴ്സ്, സ്തൂപങ്ങളിലായിരിക്കണം ആ ഒരു സിദ്ധാന്തം കെട്ടിപ്പടുക്കേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ അത് വളരെ വഷളാണ്, വളരെ മോശമാണ്. അതാണ് സംഭവിച്ചത്. ഇനി ഇദ്ദേഹം ഉടനെ ഇത് ഞാൻ അങ്ങനല്ല പറഞ്ഞത്, ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞൊരു ഖേദപ്രകടനവും അതുമൊക്കെ നടത്തി ഇദ്ദേഹം തുടരും എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമൊന്നുമില്ല. അല്ലാതെ ഞാനൊരു സത്യം പറഞ്ഞു, ഞാൻ അതിൽ നിന്ന് മാറില്ല എന്ന് പറയാനായിട്ടുള്ള ഒരവസ്ഥയൊന്നും ഇദ്ദേഹത്തിനില്ല. ഇദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മുന്നണിക്കുണ്ടാവാൻ വഴിയില്ല. അപ്പോൾ എന്തായാലും രാജീവ് പറഞ്ഞതിൽ ഒരു കാര്യം ശരിയായിരുന്നു. രാജീവ് പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോൾ കേട്ടോണ്ടിരുന്നതാണ്. അതായത് കേരളത്തിലെ സ്ത്രീകൾ സൗജന്യം ചോദിച്ചിട്ടില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. അത് ശരിയാണ്, അത് വസ്തുതയാണ്. വസ്തുതകളെല്ലാം നമ്മളങ്ങനെയാണ്. പിന്നെ അദ്ദേഹം അവസാനം പറയുന്ന ഒരു കാര്യമാണ് രസം. ഇത് ഇതുവരെ കിട്ടിയ സ്ത്രീകൾക്ക് മാത്രമല്ല, കിട്ടാത്ത സ്ത്രീകൾ കൂടി വ്യാപിക്കണമെന്നിരിക്കെ എങ്ങനെയുണ്ട് ഇദ്ദേഹം സ്ത്രീകളെ അപമാനിച്ചു. എല്ലാം സ്ത്രീ വിരുദ്ധം എന്ന് പറഞ്ഞു. ഇപ്പോൾ ദിവസവും ഓരോരോ സാധനങ്ങൾ എവിടെന്നെങ്കിലും തപ്പി എടുത്ത് വളച്ചൊടിച്ച്. അപ്പം എല്ലാവർക്കും MM മണിയുടെ മോഡലൊന്നും സംസാരിക്കാൻ പറ്റില്ല. അപ്പം സ്ത്രീ വിരുദ്ധം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെതായിട്ടുള്ള ഒരു സാധനം ഇവിടെ വരുന്നുണ്ട്. എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുത്തു കഴിഞ്ഞിട്ട് അത് സ്ത്രീ വിരുദ്ധമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും വിരുദ്ധമാണ് എന്ന് സ്ഥാപിക്കുക. പല വിരുദ്ധങ്ങളും ഉണ്ട്, ഒരു വിരുദ്ധം മാത്രമല്ല കേട്ടോ. അപ്പോൾ അതിൽ അയാൾ ആരോപിക്കുക, അവൻ മോശമാണെന്ന് സ്ഥാപിക്കുക, ഡീഹ്യൂമനൈസ് ചെയ്യുക, അസഭ്യം പറയുക, അധിക്ഷേപിക്കുക. ഇത് വളരെ വിഷലിപ്തമായ രാഷ്ട്രീയമാണ്. അത് കേരളത്തിൽ ഇരുവശത്തു നിന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ എന്ന് ഞാൻ പറയുന്നില്ല. ഇതൊന്നും ഒരു അവസ്ഥയല്ല, നമ്മളൊക്കെ ദിവസവും നേരിടുന്ന കേസുകളാണ്. പക്ഷേ ഇങ്ങനൊരു സത്യം പറഞ്ഞു പോകുമ്പോൾ മുന്നേ പറഞ്ഞതുമായിട്ട് ഒത്തുപോകാത്ത അവസ്ഥ. ഓക്കെ, ഐ ഡോണ്ട് നോ ഹൗ ഹി വിൽ ഡീൽ ദാറ്റ്. നോർമലി ഇതായിരിക്കും സംഭവിക്കുക.